ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം കൊട്ടാരക്കര. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം പുനലൂർ. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. പുനലൂർ രാധാസ്, ചൌക്ക റോഡ്, പുനലൂർ. ഫോൺ 0475228650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ പന്തപ്ലാവ്. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പാലരുവിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. യാത്രാ സൗകര്യമില്ലാതെ സഞ്ചാരികൾ. പത്തനാപുരം ടൗണിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി പഞ്ചായത്തിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് നടപടി സ്വീകരിച്ചത്. ശാസ്താംകോണം മേഖലയിൽ ഒച്ചുശല്യം വ്യാപകം. ആഫ്രിക്കൻ ഒച്ചുകൾ ജനജീവിതത്തിന് ഭീഷണി. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പാലരുവിയിൽ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. മതിയായ യാത്രാ സൗകര്യമില്ലാത്തതാണ് സഞ്ചാരികളെ വലയ്ക്കുന്നത്. പാലരുവിയിൽ എത്തുന്നവർക്ക് മതിയായ യാത്രാ സൗകര്യങ്ങൾ വനപാലകർ ഏർപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 2 ബസ്സുകളിലാണ് സഞ്ചാരികളെ ഇവിടേക്ക് കടത്തിവിട്ടിരുന്നത്. എന്നാൽ ചൊവ്വാഴ്ച 1 ബസ് മാത്രമാണ് സഞ്ചാരികൾക്കായി അനുവദിച്ചിരുന്നത്. സഞ്ചാരികൾക്ക് ഇതുമൂലം ഇവിടെ എത്താനായില്ല. 30 പേർക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന ബസ് സഞ്ചാരികൾ കയറി തിരികെ എത്തണമെങ്കിൽ 1.5 മണിക്കൂർ സമയം വേണ്ടിവരും. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ മതിയായ സൗകര്യങ്ങൾ ഒരുക്കാത്ത ബന്ധപ്പെട്ടവരുടെ നടപടിയിൽ പ്രതിഷേധവും ശക്തമായി. ചൊവ്വാഴ്ച രാവിലെ 3 മണിക്കൂറോളം സഞ്ചാരികളെ കടത്തിവിടാതിരുന്നതും പ്രതിഷേധത്തിനിടയാക്കി. ടിക്കറ്റ് കൌണ്ടറും ബന്ധപ്പെട്ടവർ അടച്ചിട്ടു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പുനലൂർ നഗരസഭയിലെ ശാസ്താംകോണം വാർഡിൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ നെൽസൺ സെബാസ്റ്റ്യൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മേഖല തിരിച്ചു നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ 12 അയൽക്കൂട്ടങ്ങൾ പങ്കെടുത്തു. മുൻ നഗരസഭാ ചെയർപേഴ്സൺ ബിമല ഗുരുദാസ്, ADS അംഗം ഷേർലി, ആശാ വോളണ്ടിയർ അംബിക പുഷ്പൻ, 12 അയൽക്കൂട്ടം പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വാർഡ് കൌൺസിലർ നെൽസൺ സെബാസ്റ്റ്യൻ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വാർഡിലെ എല്ലാ മേഖലകളിലും അയൽക്കൂട്ടങ്ങൾ അവരുടെ സഹോദരിമാർ, പുരുഷന്മാർ ഒക്കെ നിർത്തി പുരുഷന്മാരും ചേർന്ന് തന്നെ കാടെല്ലാം വെട്ടിത്തെളിച്ച് അതുപോലെ തന്നെ കൊതു പെരുകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം അറുതി വരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്നു. ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ വാർഡിൽ പൂർണ്ണമായും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയും മറ്റ് രോഗങ്ങൾ പടരുന്ന സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കപ്പെടുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
കുതിരച്ചിറ തൊളിക്കോട് റോഡ് തകർന്നിട്ട് മാസങ്ങളായി. അധികാരികളുടെ ഭാഗത്തുനിന്നും നടപടി ഇനിയും ഉണ്ടായിട്ടില്ല. കുതിരച്ചിറ തൊളിക്കോട് റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും അധികാരികൾ കണ്ടമട്ടില്ല. നഗരത്തിലെ ഗതാഗത കുരുക്കിൽ നിന്നും ഒഴിവായി കുതിരച്ചിറയിൽ നിന്നും തൊളിക്കോട്ടെത്താൻ കഴിയുന്ന സമാന്തര പാതയാണിത്. അതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി ദിവസവും കടന്നു പോകുന്നത്. അടുത്തിടെ കുടിവെള്ള പദ്ധതിക്കായി കുഴിയെടുത്തതോടെ റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യം അല്ലാതായിരിക്കുന്നു. മഴ കൂടി പെയ്താൽ ഇതുവഴിയുള്ള കാൽനടയാത്ര പോലും ദുസ്സഹമാകും. നിരവധി തവണ അധികാരികൾക്ക് നാട്ടുകാർ പരാതി നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട്. എത്ര വണ്ടികൾ വന്ന് മറിയാനും വീഴാനും കൊച്ചുങ്ങൾ വീഴാനും ബൈക്കും കൊണ്ട് പോകുന്നവർ വീഴാനും എല്ലാം സാധ്യതയാണ്. ശരിയാക്കി കിട്ടിയ വെട്ടവുമില്ല, റോഡും ശരിയല്ല. മഴ പെയ്താൽ പിന്നെ ഇവിടെ ഇരിക്കണ്ട മക്കളെ. ഒരു പിള്ളേരെല്ലാം വന്ന് വെള്ളത്തിനകത്തൊക്കെ ഉരുണ്ട് വീണാൻ പോകുന്നത്. ഇതുവരെ വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. എങ്കിലും വണ്ടിയൊക്കെ വന്ന് മറിഞ്ഞ് പെൺപിള്ളേരൊക്കെ പോയാൽ അവരൊക്കെ വെള്ളത്തിനകത്ത് വീണ് ചേറിനകത്ത് വീണ എണ്ണിച്ച് പോകും. അപ്പം മെനഞ്ഞാന്നൊരു കൊച്ചുകല്ലേ വന്നപ്പോൾ അതിനെ പിന്നെ ഓടിച്ചൊന്ന് പിടിച്ചൊഴിപ്പിച്ച്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്തെ തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾ കാട് കയറി നശിക്കുന്നു. വാഹനങ്ങൾ ഇവിടെ നിന്നും മാറ്റാനോ ലേലം ചെയ്യാനോ ഇതുവരെയും നടപടിയായിട്ടില്ല. ഓട്ടോറിക്ഷകളും ബൈക്കുകളും അടക്കം നിരവധി വാഹനങ്ങളാണ് ഇവിടെ തൊണ്ടി മുതലായി സൂക്ഷിച്ചിരിക്കുന്നത്. ഇവയാണ് ഇപ്പോൾ കാട് കയറി നശിക്കുന്നത്. ആവശ്യത്തിന് സ്ഥലമുണ്ടെങ്കിലും കാട് കയറി കിടക്കുന്നതിനാൽ പുതുതായി പിടികൂടുന്ന വാഹനങ്ങളും ഇവിടെ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. മാത്രമല്ല കാട് മൂടിക്കിടക്കുന്ന സ്റ്റേഷൻ പരിസരം ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുന്നു. വർഷങ്ങളായി തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾ മാറ്റുന്നതിനോ ലേലം ചെയ്യുന്നതിനോ ഇതുവരെ നടപടിയായിട്ടില്ല. വിവിധ കേസുകളുമായി ബന്ധപ്പെട്ട് പിടികൂടുന്ന വാഹനങ്ങൾ എല്ലാം തന്നെ ഇവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇതിൽ പല വാഹനങ്ങളും ഉപയോഗശൂന്യമായ അവസ്ഥയിലുമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ശാസ്താംകോണം വാർഡിൽ ഒച്ചുശല്യം വ്യാപകം. ആഫ്രിക്കൻ ഒച്ചുകൾ ജനജീവിതത്തെ കാര്യമായി ബാധിക്കുന്നു. ആഫ്രിക്കൻ ഒച്ചുകൾ ശാസ്താംകോണം മേഖലയിൽ ഭീഷണി ഉയർത്തുകയാണ്. വലിപ്പമുള്ള ആഫ്രിക്കൻ ഒച്ചുകൾ മൂലം ഒരു പ്രദേശമാകെ വലയുകയാണ്. കൃഷികൾ നശിപ്പിക്കുന്ന ഒച്ചുകൾ വീടുകളുടെ പരിസര പ്രദേശങ്ങളിലാകെ വ്യാപിച്ചിരിക്കുന്നു. ഇത് ശാസ്താംകോണം മേഖലയിൽ സ്വൈരജീവിതത്തിന് തടസ്സമാവുകയാണ്. ഒച്ചുശല്യം വ്യാപകമാകുമ്പോഴും ബന്ധപ്പെട്ടവർ മൗനം പാലിക്കുന്നു. ഒച്ചുശല്യത്തിനെതിരെ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000-കണക്കിന് എനിക്ക് തോന്നി ഈ പ്രദേശത്ത് ശാസ്താംകോണം പല പല വീടുകളിൽ ഇത് വലിയ ശല്യമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊരു സത്വരമായ ഒരു നടപടി എടുത്തേ പറ്റത്തുള്ളൂ. അതിൻ്റെ അധികൃതർ ഇതിൽ വേണ്ടുന്ന നടപടിക്രമത്തിലോട്ട് വന്ന് വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അത് മൊത്തം തിന്നു തീർക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കൃഷിയങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും മൊത്തം നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. നമുക്ക് ഇത്രയും കാലമായി ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. അതിന് സത്വരമായൊരു നടപടി. എല്ലാ ദിവസവും വീടിന്റെ പരിസരം മൊത്തം ഈ ഒച്ചുകൾ വന്ന് അത് കാണുന്നതാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ്. ഒരു നശീകരണത്തിന് യാതൊരു മാർഗം ഉള്ളതായിട്ട് അറിയുന്നില്ല. പിന്നെ അത്യാവശ്യം കർഷകർ ഉപ്പ് പൊടി ചേറിയാണ് ഇതിനെ ഇല്ലാതാക്കുന്നത്. ഇത് എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റി അറിയില്ല. അതിന് വേണ്ടുന്ന ഒരു നടപടി നമ്മുടെ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് പറയാൻ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജെഎസ് ഫാഷൻ ജ്വല്ലേഴ്സ് SBT ബാങ്കിന് സമീപം അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണ്ണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം. മോസ്റ്റ് മോഡേൺ ഫാഷൻ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. JS ഫാഷൻ ജ്വല്ലേഴ്സ്, അഞ്ചൽ. ഫോൺ 9847999874. വധുവരന്മാർക്ക് അണിഞ്ഞൊരുങ്ങുവാൻ ന്യൂ ഫാഷൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഫോൺ 0475227711. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെഡ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ,
പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ കിച്ചൺ കബോർഡ് ആക്സസറീസ്, തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. White Pearl Fashion Destination, Main Road, Punalur. Sari, chudar materials, kids wear, gents wear, party wear തുടങ്ങി quality textiles ഉൽപ്പന്നങ്ങൾ. White Pearl Fashion Destination, Main Road, Punalur. പകർച്ചപ്പനി പടർന്നു പിടിക്കുമ്പോൾ രോഗികൾക്ക് ആശ്വാസമായി സാൽവേഷൻ ആർമി പ്രവർത്തകർ. പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ രോഗികൾക്ക് ഭക്ഷണ കിറ്റുകളും ഇവർ വിതരണം ചെയ്തു. പത്തനാപുരം സാൽവേഷൻ ആർമി സഭയുടെ ആഭിമുഖ്യത്തിൽ സഭയുടെ സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി പത്തനാപുരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ രോഗബാധിതർക്കായി സഭാവിശ്വാസികൾ ലഘുഭക്ഷണവും ചുക്കുകാപ്പിയും വിതരണം ചെയ്തു. റവറൻ തോംസൺ ഉദ്ഘാടനം ചെയ്തു. രക്ഷാസൈന്യത്തിന്റെ 153ാം സ്ഥാപക ദിനാഘോഷം നാളെ നടത്തപ്പെടുകയാണ്. അതിനു മുന്നോടിയായിട്ട് ഞങ്ങൾ നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽ സന്ദർശിക്കുകയും ഒരു ദിനം നിങ്ങളോടൊപ്പം എന്നുള്ള ആപ്തവാക്യത്തോട് ചേർന്ന് ഇവിടെ വരുവാനും ഇപ്പോൾ കേരളം മുഴുവനും പനി ചൂടിൻ്റെതായ വലിയ അനുഭവങ്ങളിൽ ആയിരിക്കുമ്പോൾ അവരോടൊപ്പം ഒരു ദിവസം പങ്കെടുത്ത് അവർക്ക് ചെറിയൊരു റിഫ്രഷ്മെൻറ്റ് നൽകുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. MK തോമസ്, KJ ഷൈൻലാൽ, ഡിൽറ്റി ജോൺ, പ്രിയങ്ക ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകി. പനിയും മറ്റ് പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സാൽവേഷൻ ആർമി പ്രവർത്തകർ നടത്തുന്ന സേവനം പ്രശംസനീയമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം കടയ്ക്കാമൺ അംബേദ്കർ കോളനിയിൽ പനി പ്രതിരോധ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. 100 കണക്കിന് രോഗികൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. പട്ടികജാതി വികസന വകുപ്പിന്റെയും ആയുഷ് വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കടയ്ക്കാമൺ അംബേദ്കർ കോളനിയിൽ പനി പ്രതിരോധ ചികിത്സാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഹരികിരണം പദ്ധതിയുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 100 കണക്കിന് പേർ മെഡിക്കൽ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. ഹോമിയോ, ആയുർവേദം എന്നീ വിഭാഗങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. സജീഷ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വർദ്ധിച്ചു വരുന്ന പകർച്ചവ്യാധി പനിയെ തടയുന്നതിന് വേണ്ടി എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കടയ്ക്കാമണ്ണ് ആയുർവേദത്തിൻ്റെയും അലോപ്പതിയുടെയും ഹോമിയോപ്പതിയും അടങ്ങുന്ന ഏതാണ്ട് 30ഓളം വരുന്ന ടീം ഡോക്ടേഴ്സ് അടക്കമുള്ള ഒരു ടീമായിട്ട് തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പ് ഇവിടെ വെച്ച് നടക്കുന്നത്. അപ്പോൾ ഒരു പരിധിവരെ ഒരു ബോധവൽക്കരണവും ഇതിനുള്ള ശുശ്രൂഷയടക്കം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബ്ലോക്ക് പഞ്ചായത്തിനകത്തിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ അതിനടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ക്യാമ്പിന് ഇവിടെ തുടക്കം കുറിച്ചത്. അലോപ്പതി, ആയുർവേദം, ഹോമിയോ തുടങ്ങിയ ഡോക്ടേഴ്സിൻ്റെ സേവനം അടക്കം ഇന്നിവിടെ ഉണ്ടായിരിക്കും. വിവിധ മേഖലകളിൽ അടുത്ത മാങ്കോട് അടക്കമുള്ള വിവിധ കോളനി, പ്രത്യേകിച്ച് ജനം ഒട്ടനവധിയായിട്ട് പൂർത്തി താമസിക്കുന്ന മേഖലകളിൽ അവിടെ അടക്കം കോളനി പ്രദേശങ്ങളടക്കം വെച്ചുകൊണ്ട് ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നു. ആയുർവേദ ധൂമകിറ്റുകളും വിതരണം ചെയ്തു. ഹോമിയോ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ PS ശ്രീകാന്ത്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VK പ്രിയദർശിനി, ഡോക്ടർ അനുപമ, ഡോക്ടർ JNK ഫിലിപ്പ്, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശശികല, വാർഡ് മെമ്പർ P വനജാക്ഷി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഷീദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുധാവസന്തൻ, മഞ്ജുടി നായർ, ലതാ സോമരാജൻ, രഞ്ജിത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം ടൗണിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി. പത്തനാപുരം പഞ്ചായത്തും പൊതുമരാമത്ത് വകുപ്പും ഇടപെട്ടാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു. ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്നതോടെ ദുരിതത്തിലായ വ്യാപാരികളുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് പഞ്ചായത്തും പൊതുമരാമത്ത് വകുപ്പും ചേർന്ന് ഓടകളുടെ നവീകരണം ആരംഭിച്ചു. ഗവൺമെന്റ് ആശുപത്രി റോഡ് മുതൽ SBT ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ ഓടകളാണ് ആദ്യഘട്ടത്തിൽ മാറ്റി മാലിന്യം നീക്കം ചെയ്തത്. കാൽനടയാത്ര പോലും ദുസ്സഹമാക്കി റോഡ് പൂർണ്ണമായും വെള്ളത്തിലാകുമായിരുന്നു. വശങ്ങളിലെ ഓടകളിൽ മാലിന്യം നിറഞ്ഞ് വെള്ളം ഒഴുകിപ്പോകാതെ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയായിരുന്നു. ഓടകളുടെ മേൽമൂടി മാറ്റി മാലിന്യം നീക്കം ചെയ്ത ശേഷം മൂടികൾ പുനഃസ്ഥാപിക്കും. ചെറിയ മഴ പോലും നഗരത്തിൽ വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്നതിനാൽ യാത്രക്കാരും വ്യാപാരികളും ഒരേപോലെ ബുദ്ധിമുട്ടുകയായിരുന്നു. നഗരത്തിലെ ഓടകളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം. നഗര സൌന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി 6 മാസം മുമ്പ് ഓടകൾ നവീകരിച്ചെങ്കിലും വെള്ളക്കെട്ടിന് പരിഹാരമായില്ല.
കാലവർഷത്തിനു മുൻപ് ഓടകൾ ശുചീകരിക്കുന്ന പതിവുണ്ടെങ്കിലും ഇത്തവണ അതുമുണ്ടായില്ല. ചില വ്യാപാര സ്ഥാപനങ്ങളിലെ അവശിഷ്ടങ്ങളും ഹോട്ടലുകളിലെ ഭക്ഷണാവശിഷ്ടങ്ങളും ഓടയ്ക്കുള്ളിലാണ് നിക്ഷേപിക്കുന്നത്. ഇത് ഓടയിലൂടെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമാകുന്നു. ഓടകൾ നിറഞ്ഞ് മലിനജലം പുറത്തേക്കൊഴുകുമ്പോൾ അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നതും ഇതിന് കാരണമാകുന്നു. ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷൻ, ജനതാ ജംഗ്ഷൻ, മാർക്കറ്റ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും വെള്ളക്കെട്ട് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. റോഡ് വശങ്ങളിലൂടെ നടന്നു പോകുന്നവരും ഇരുചക്ര വാഹന യാത്രികരുമാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. ഇവിടങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറുവാനോ ഇറങ്ങുവാനോ കഴിയാത്ത സ്ഥിതിയാണ്. ഇത് വ്യാപാരത്തെയും കാര്യമായി ബാധിക്കുമെന്ന് വ്യാപാരികൾ പറയുന്നു. പത്തനാപുരം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പത്തനാപുരം പഞ്ചായത്തിൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത് പ്രധാനമായിട്ടും ഓടകളുടെ അപര്യാപ്തത കൊണ്ടൊന്നുമല്ല. ഓടകൾ വളരെ ഡീപ്പായിട്ടും വളരെ ശാസ്ത്രീയമായിട്ടും നിർമ്മിച്ചിട്ടുള്ള ഓടകളാണ് ഇപ്പോൾ ഉള്ളത്. പ്രശ്നമുണ്ടാകുന്നത് വ്യാപാരികളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഈ ഓടകൾ കൂടത്തക്കവണ്ണം വേസ്റ്റുകളും മറ്റു സാധനങ്ങളും ഓടയിൽ നിക്ഷേപിക്കുന്നതുകൊണ്ടാണ്. ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു ബോധവൽക്കരണമാണ് ആവശ്യം. ശരിക്കും ഇപ്പോൾ പത്തനാപുരം പഞ്ചായത്ത് മുൻകൈയെടുത്ത് ഇങ്ങനെ ഈ ഓട ഈ മഴ സീസണിൽ ക്ലീൻ ചെയ്യുന്നത് അങ്ങേയറ്റം അഭിനന്ദനാർഹമായ കാര്യമാണ്. കാരണം ഇതുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഈ പനിയുടെ പ്രശ്നം തന്നെ അതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കുറേയൊക്കെ പരിഹരിക്കാൻ പറ്റും. ഇത് ഉചിതമായ സമയത്തെടുത്ത നടപടിയാണെന്ന് കുറച്ചുകൂടെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു പങ്കാളിത്തം കൂടി ഇതിൽ വേണം. ഓടകൾ സംരക്ഷിക്കുന്നതിൽ ജനങ്ങളും കൂടി ഒരു ഇനിഷ്യേറ്റീവായിട്ട് എടുക്കും. വെള്ളക്കെട്ട് ഗതാഗതക്കുരുക്കിനും കാരണമാകാറുണ്ട്. ചിലയിടങ്ങളിൽ ഓടകൾ മേൽമൂടിയില്ലാത്തത് അപകടങ്ങൾക്കും കാരണമാകാറുണ്ട്. ശുചീകരണവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പും പഞ്ചായത്തും രണ്ട് തട്ടിലായിരുന്നു. ഇതും ഓട നവീകരണ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നതായും ആക്ഷേപമുണ്ട്. ഓടകളുടെ ശുചീകരണം ആരംഭിച്ചതോടെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികളും യാത്രക്കാരും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഡോക്ടർ അച്ചാമ്മ ജോർജ് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പലായി ചുമതലയേറ്റു. പത്തനാപുരം സ്വദേശിനിയായ അച്ചാമ്മ ജോർജ് സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയാണ്. പത്തനാപുരം തെക്കേടത്ത് പരേതനായ ചാച്ചന്റെ മകളാണ് ഡോക്ടർ അച്ചാമ്മ ജോർജ്. തലവൂർ മഞ്ഞക്കാല കാഞ്ഞിരംവിള വീട്ടിൽ ജി രാജുവിന്റെ ഭാര്യയാണ്. കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലെ കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. 1977 മുതൽ 1982 വരെ ഈ കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു. തുടർന്ന് താൻ പഠിച്ച കോളേജിൽ തന്നെ 1985 ഫിസിക്സ് അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു. ഫിസിക്സിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. നിലവിലെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ വർഗീസ് പി ദാനിയേൽ സ്ഥാനം ഒഴിഞ്ഞതോടെയാണ് കോളേജിലെ ഏറ്റവും മുതിർന്ന അധ്യാപികയായ ഡോക്ടർ അച്ചാമ്മ ജോർജ് പ്രിൻസിപ്പളായി ചുമതലയേറ്റത്. പുതിയതായി പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ പ്രിൻസിപ്പളായി ചുമതലയേറ്റ ഡോക്ടർ അച്ചാമ്മയെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ കോളേജിലെത്തി അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പാലരുവിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. യാത്രാ സൗകര്യമില്ലാതെ സഞ്ചാരികൾ. പത്തനാപുരം ടൗണിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി പഞ്ചായത്തിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് നടപടി സ്വീകരിച്ചത്. ശാസ്താംകോണം മേഖലയിൽ ഒച്ചുശല്യം വ്യാപകം. ആഫ്രിക്കൻ ഒച്ചുകൾ ജനജീവിതത്തിന് ഭീഷണി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ livevarta.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ്
ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം പുനലൂർ. ഫോൺ 0475229454 960515. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475235268. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്.